അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലുള്ള നല്ലൊരു പക്കോട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഇതുപോലൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് കടലമാവും അതേ അളവിൽ തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊടികളൊന്ന് അരിക്കാൻ വേണ്ടി മറന്നുപോയി, അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അച്ചിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ പൊട്ടി പോകും. അതുകൊണ്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. നമ്മൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 5 വെളുത്തുള്ളി ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് ഈ വെള്ളം കൊണ്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് പാകപ്പെടുത്തിയെടുക്കാം. വെള്ളം ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പരുവായാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത്തിരി വെള്ളം കൂടി പോകരുത്, അപ്പോൾ നമുക്ക് അച്ചിയിൽ നിന്ന് അങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. ഇതുപോലെ നൂൽപുട്ടിൻ്റെ അച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ചില്ലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ. അച്ചിൻ്റെ ഉൾഭാഗത്തും എല്ലാം നമ്മളൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ മാവ് ഇതിൽ നിറച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ പക്കോട പിഴിഞ്ഞു കൊടുത്താൽ മതി എണ്ണയിലേക്ക്. ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് വറുത്തെടുക്കാം. ഒരു 5 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, ടൈറ്റൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് റെഡിയായി കിട്ടും നമുക്ക്. നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ നന്നായി തിളച്ച് വരും. ഏകദേശം പാകമായി വരുമ്പോൾ നമുക്ക് എണ്ണയുടെ ഈ പതയിലൊന്ന് മാറി കിട്ടും. അപ്പോൾ നമുക്കറിയാം അത് വേവായിട്ടുണ്ട് എന്നുള്ളത്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് എണ്ണയുടെ തിള അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞ്. ഇപ്പോൾ നമുക്ക് നല്ല മുരാന്ന് ആയി കിട്ടുക. നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. കളറൊന്നും മാറിയിട്ടില്ല. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതും കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട്
ചേർത്തിട്ട് നമ്മളെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രം നിറയെ നമുക്ക് സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. ഇത്രയേ ഉള്ളൂ. നല്ല ക്രിസ്പിയാണ്. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.